ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പ്രവാസികൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. സുപ്രീം കോടതി വിധിയുണ്ടായിട്ട് പോലും സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യം ഗൗരവത്തിലെടുക്കുന്നില്ല. ഇതിനു പിന്നിൽ ദേശീയ തലത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണവും പ്രവാസി സംഘടനകൾ ഉന്നയിക്കുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രവാസി വോട്ടവകാശം വൈകുന്നതിന് പിന്നിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രവാസി സംഘടനകൾ. അടച്ചിട്ട ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ തൊഴിലാളികളും കുടുംബങ്ങളും ബീവറേജ് ഗോഡൌൺ ഉപരോധിച്ചു. മലാപ്പറമ്പ് യു പി സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരരംഗത്ത്. സ്കൂൾ തകർത്ത രണ്ടാം പ്രതി പിടിയിൽ. വാർത്തകൾ വിശദമായി. പ്രവാസികൾക്ക് വോട്ടവകാശം അടുത്ത കാലത്തൊന്നും നടപ്പിൽ വരില്ലെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി. ഇതിനു പിന്നിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് 144 രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ പ്രവാസി വോട്ടവകാശം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടപ്പാക്കാത്തത് ലജ്ജാവഹമാണ്. സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും മുഖം തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. സുപ്രീം കോടതി ഈ കാര്യത്തിൽ വളരെ കർശനമായ നിബന്ധനയും വളരെ കർശനമായ നിർദ്ദേശവും സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും നൽകിയിട്ടും അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. പ്രവാസികൾക്ക് വോട്ടവകാശം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് പഠന സമിതിയെ നിയമിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. സാധാരണ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പഠന സമിതിയെ രൂപീകരിക്കുക, അതിൻ്റെ ചർച്ച, അതിൻ്റെ മറുപടി എല്ലാം കൂടി പോയാൽ ഇനിയും 10-15 വർഷങ്ങൾ കഴിയും. ഈ രഹസ്യമായ എന്തോ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് വിദേശ ഇന്ത്യക്കാരുടെ വോട്ടവകാശം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നതെന്നാണ് സാമൂഹ്യ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സർക്കാർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇനിയും ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കർക്കശമായ രൂക്ഷമായ സമീപനം അവർ സ്വീകരിക്കേണ്ടി വരും. വോട്ടവകാശം പൗരന്റെ മൗലികാവകാശമാണെന്നിരിക്കെ ഇത് നിഷേധിക്കുന്നത് ശിക്ഷാർഹമാണ്. പ്രവാസി വോട്ടവകാശം ഉടൻ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇൻഡോ അറബ് കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി സമൂഹം ശക്തമായ സമരരംഗത്ത് വരുമെന്നും ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. മലാപ്പറമ്പ് യു പി സ്കൂൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ഉത്തരവിറക്കാൻ പറ്റില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ AIYF നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മലാപ്പറമ്പ് യു പി സ്കൂൾ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. AIYF ജില്ലാ സെക്രട്ടറി P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. അർദ്ധരാത്രിയുടെ മറവിൽ ഇടിച്ചുപൊളിച്ച മലാപ്പറമ്പ് AUP സ്കൂൾ പുനർനിർമ്മാണത്തിന് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയോടെ മങ്ങലേറ്റിരിക്കുന്നത്. സ്കൂൾ നിലനിർത്തണമെന്ന ആവശ്യവുമായി സംഘടനകളോ സ്കൂൾ സംരക്ഷണ സമിതിയോ തന്നെ സമീപിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇതിനെതിരെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് സ്കൂൾ സമരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. AIYFന്റെ നേതൃത്വത്തിൽ DDE ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഗവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നിലനിർത്താൻ
പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സ്കൂൾ സംരക്ഷണ നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറവെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പിന്തിരിപ്പൻ ഉത്തരവ് ഉണ്ടായതെന്ന് പി ഗവാസ് പറഞ്ഞു. ആ പ്രതിഷേധങ്ങളെയെല്ലാം, അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളെയെല്ലാം കണ്ടില്ലെന്ന് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആ പ്രതിഷേധ സമരങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ആ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല, അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് 130 വർഷമായി നിലനിന്ന കോഴിക്കോടിന്റെ തന്നെ ചരിത്രമായ മലാപ്പറമ്പ് സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടർന്ന് നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു മാസ്റ്റർ, കെ പ്രദീപ് കുമാർ, ബിനോബ് എന്നിവർ സംസാരിച്ചു. കൊള്ളപ്പലിശക്കാർക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഗുണ്ടാനിയമം പ്രയോഗിക്കാൻ പോലീസ് തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ റെയ്ഡ് നടത്തും. വട്ടപ്പലിശയ്ക്ക് പണം നൽകുന്നവരിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കും. പരാതി ജില്ലാ പോലീസ് മേധാവികളെ ഫോൺ വഴി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓപ്പറേഷൻ കുബേർ എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ കുബേറിന്റെ ഭാഗമായി അനധികൃതമായി നടത്തുന്ന ബ്ലേഡ് കമ്പനികളെ ശക്തമായി നിലയ്ക്ക് നിർത്താനും അമർച്ച ചെയ്യാനുമുള്ള നിർദ്ദേശം ഇന്നലെ ഞാൻ DGPക്ക് കൊടുത്തിട്ടുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്ത് പുതിയ പാതകൾ വെട്ടിത്തുറക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നഴ്സുമാർ ചാലക ശക്തികളാവണമെന്ന് ആഹ്വാനവുമായി നഴ്സസ് വാരാഘോഷത്തിന് സമാപനമായി. സേവന മേഖലയിലെ മാറ്റങ്ങൾക്ക് വഴി തുറക്കാൻ മികവുറ്റ മുന്നേറ്റങ്ങൾക്ക് നഴ്സുമാരെ പ്രവർത്തന സജ്ജരാക്കുക എന്ന സന്ദേശമാണ് ഈ വർഷത്തെ വാരാചരണത്തിന്റെ പ്രത്യേകതയായി ഉയർത്തിപ്പിടിച്ചത്. ലോക നഴ്സസ് വാരാചരണത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട് ജില്ലയിലും വിവിധ പരിപാടികൾ ആഘോഷപൂർവ്വം നടന്നത്. സന്നദ്ധ സേവന മേഖലയിൽ നഴ്സുമാരുടെയും നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും പങ്ക് ഇന്ന് ഏറിവരികയാണ്. ആലംബഹീനർക്കും അശരണർക്കും പരമാവധി ശുശ്രൂഷകൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വർഷത്തെ വാരാചരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ആരോഗ്യരംഗത്തെ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു ശക്തിയായി പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് ഈ വർഷം മുതൽ നടപ്പിലാകുന്നത്. നഴ്സസ് വാരാചരണത്തിന്റെ സമാപന സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. വൈദ്യശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷ രംഗത്ത് പുതിയ പാതകൾ വെട്ടിത്തുറക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നഴ്സുമാർ ചാലകശക്തിയാവണം. അതിൽ ചിലവയ്ക്കുള്ള പരിഹാരങ്ങൾക്കായുള്ള തുടർ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ ഇതിന്റെ തീം തന്നെ ഫോഴ്സ് ഫോർ ചേഞ്ച് ആൻഡ് വൈറ്റൽ റിസോഴ്സ് ഫോർ ഹെൽത്ത് എന്നാണ്. ഒരേ സമയം മാറ്റത്തിന്റെ ചാലകശക്തിയും അതുപോലെ തന്നെ ഏറ്റവും സവിശേഷമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ വിഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓർമ്മിക്കലും ഓർമ്മപ്പെടുത്തലും സമൂഹത്തിന്റെ ആരോഗ്യകരമായ പുരോഗതിക്ക് ഏറെ അത്യന്താപേക്ഷിതമാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. സമാപനത്തോടനുബന്ധിച്ച് തുടർ വിദ്യാഭ്യാസ പരിപാടിയും കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ സാബു അധ്യക്ഷനായി. കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ എൽ നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. ടി കേശവൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ MK അപ്പുണ്ണി, ഡോക്ടർ M ഗിരിജ, അശോകൻ ആലപ്പുറത്ത്, CN സരസമ്മ, നളിനി KS, KC അച്ചാമ്മ, ഉഷാദേവി P, പത്മജ PC, CK ഏലിയാമ്മ, EA മറിയക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി അഡ്മിഷൻ നടപടികൾ ഉടൻ ആരംഭിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 തുടങ്ങിയ ആവശ്യമുന്നയിച്ചുകൊണ്ട് KSTE ആഭിമുഖ്യത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഭാഷാ അധ്യാപകർ വിവിധ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. KSTE സംസ്ഥാന കമ്മിറ്റി അംഗം അലി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷൻ നടപടികൾ ഉടൻ ആരംഭിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30, ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, ഹയർ സെക്കൻഡറി ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് സീനിയോറിറ്റി കണക്കാക്കുന്നതിന് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ റദ്ദാക്കുക, RMSA വിദ്യാലയങ്ങളിലെ എല്ലാ തസ്തികകളും അംഗീകരിക്കുക, VHSE അധ്യാപകരെ 3 വർഷം കൂടുമ്പോൾ നിർബന്ധിത സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSTEയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. KSTE സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അലി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാറായിട്ടും ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഈ വർഷം ഏറെ സങ്കീർണമായ അവസ്ഥകളെയാണ് നേരിടേണ്ടി വരുന്നത്. ഭാഷാധ്യാപകർ വിവിധ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കണമെന്ന സർക്കാർ ഉത്തരവ് ഏറെ അധ്യാപകരെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കും. PK സതീശൻ, P രജനി, VP ഇന്ദിര എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. KM സത്യൻ, KK രഘുനാഥ്, PP കാർത്തിയായിനി, TK അരവിന്ദൻ, VP രാജലക്ഷ്മി, V രാജഗോപാൽ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള.
Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ബാർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ബാർ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ബീവറേജ് ഗോഡൌണുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലയിൽ വടകരയിലേതടക്കം 5 ബാറുകളാണ് അടച്ചുപൂട്ടിയത്. സംസ്ഥാനത്ത് നിലവാരമില്ലാത്ത 418 ബാറുകൾ അടച്ചുപൂട്ടിയിട്ട് ഒരു മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ബാറിലെ തൊഴിലാളികളുടെ സമരം ശക്തമാവുകയാണ്. അടച്ചിട്ട 418 ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക, തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബാർ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ബീവറേജ് കോർപ്പറേഷന്റെ കോഴിക്കോട് വെള്ളയിലെ ഡിപ്പോയ്ക്ക് മുൻപിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു വരുന്നത്. 2 ദിവസങ്ങളിലായാണ് ധർണ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിലവാരമില്ലാത്ത 5 ബാറുകളാണ് അടച്ചുപൂട്ടിയത്. ഇതിൽ 4 എണ്ണം കോഴിക്കോട് നഗരത്തിലും 1 വടകരയിലുമാണ്. എന്നാൽ ജില്ലയിൽ അടച്ചുപൂട്ടിയ 5 ബാറുകൾക്കും നിലവാരമുണ്ടെന്നും ഏത് ഉദ്യോഗസ്ഥന് വേണമെങ്കിലും വന്ന് പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നും സമരസമിതി കൺവീനറായ MS മോഹൻ പറഞ്ഞു. ഇത് നിസ്സാര കാര്യമല്ല, പലർക്കും ഇത് ചിന്തിക്കുന്നില്ല. കാരണം ഇത് എങ്ങനെ ജീവിക്കുക അവർ ഈ തൊഴിലില്ലാതെ. ഇത് കണ്ടുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ലോൺ എടുത്തവരുണ്ട്, പല ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തി നിൽക്കുകയാണ്. അത് പറഞ്ഞ് ആർക്കും മനസ്സിലാവില്ല. അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്താൽ ഈ സർക്കാർ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിയുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ജില്ലയിലെ 5 ബാറുകളിലും കൂടി ഏകദേശം 500 തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ബാർ അടച്ചുപൂട്ടിയതിനു ശേഷം സംസ്ഥാനത്ത് 4 ബാർ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ബാർ അടച്ചുപൂട്ടിയ പശ്ചാത്തലത്തിൽ ബീവറേജ് കോർപ്പറേഷൻ വഴി 25% അധിക മദ്യവിൽപ്പന കിട്ടിയതുകൊണ്ടാണ് ബാർ വിഷയത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സർക്കാർ ചെവിക്കൊള്ളാത്തതെന്നും സമരസമിതി ആരോപിച്ചു. ജോഷി MJ, KV സുരേശൻ, വിനോദ് B തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. 1000 വാദ്യ പ്രതിഭകളൊരുക്കി കലാമണ്ഡലം ശിവദാസിന് ആദരവിന്റെ സമർപ്പണം. 5 വയസ്സുകാരൻ മുതൽ 75 വയസ്സുകാരൻ വരെ അണിനിരന്ന കേരളത്തിലെ വാദ്യമേള ചരിത്രത്തിലെ ആദ്യ പ്രകടനം നടന്നത് കൊയിലാണ്ടി സ്റ്റേഡിയത്തിലാണ്. 1000 വാദ്യ കലാകാരന്മാരാണ് സമർപ്പണ മേളത്തിൽ അണിനിരന്നത്. ഞായറാഴ്ച മറ്റൊരു തൃശൂർ പൂരമായിരുന്നു കൊയിലാണ്ടിയിൽ. മേളത്തിന്റെ ആരാധകർക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ച ചെണ്ടമേളത്തിന്റെ പൂരം. മേളങ്ങളുടെ ചരിത്രത്തിൽ എഴുതിവെക്കപ്പെടാവുന്ന ഈ മേളസാഗരത്തിൽ പങ്കെടുത്തത് 1000 കലാകാരന്മാരായിരുന്നു. 3 പതിറ്റാണ്ടുകാലം ചെണ്ടമേളത്തിൽ കഴിവ് തെളിയിക്കുകയും ഏതാണ്ട് 1500ഓളം ശിഷ്യന്മാരെ സ്വന്തമാക്കുകയും ചെയ്ത കലാമണ്ഡലം ശിവദാസിനെ ശിഷ്യന്മാർ ആദരിച്ച ചടങ്ങിലാണ് 1000 പേർ ചെണ്ടവാദനം നടത്തി ശ്രദ്ധേയമായത്. കൊയിലാണ്ടി സ്റ്റേഡിയത്തിലായിരുന്നു ശിവദാസിന് പ്രണാമം. വാദ്യവാദനവും കൊട്ടിപ്പാടി സേവയും പ്രത്യേക സമുദായങ്ങളുടെ മാത്രം കുലത്തൊഴിലാണെന്ന സങ്കല്പം പൊളിച്ചെഴുതിയ കൊണ്ടംവള്ളി കുഞ്ഞികൃഷ്ണമാരാരുടെ പാത പിന്തുടർന്നതാണ് ശിവദാസിനെ സ്വീകാരനാക്കിയത്. എല്ലാ മേഖലയുമായി ആയിരക്കണക്കിന് ആളുകളെ മേളം പഠിപ്പിച്ചു ഇദ്ദേഹം. 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ശിഷ്യന്മാർ മേളസാഗരത്തിൽ അണിചേർന്നു. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗത്തും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ശിഷ്യർ, ഡോക്ടർമാർ, എഞ്ചിനീയർ, അധ്യാപകർ, മറ്റ് പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മേളത്തിൽ പങ്കെടുക്കാനെത്തി. 1000 ശിഷ്യന്മാരെടുത്ത് മേളപ്രണാമം നടത്തുന്ന ശിവദാസിനെ അനുഗ്രഹിക്കാനായി കലാമണ്ഡലം സദനം വാസുദേവൻ, കലാമണ്ഡലം ബാലരാമൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഉള്ളേരി ശങ്കരമാരാർ, കലാമണ്ഡലം വിജയകൃഷ്ണൻ, കലാമണ്ഡലം രാജൻ, കലാമണ്ഡലം കോങ്ങാട്ട് മധു, മട്ടന്നൂർ ശിവരാമൻ എന്നിവരെത്തിയിരുന്നു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യ സംഘാടകനായാണ് പരിപാടി നിയന്ത്രിച്ചത്. മേളക്കാഴ്ച കാണാൻ സ്റ്റേഡിയത്തിൽ
കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയവരുണ്ടായിരുന്നു. കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഭദ്രദീപം തെളിയിച്ചതോടെ ആരംഭിച്ച മേള സമർപ്പണം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. കീർത്തിഫലകം കെ ദാസൻ എംഎൽഎയും പ്രശസ്തി പത്രം നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്തയും സമർപ്പിച്ചു. നവതിയുടെ നിറവിലും മായാത്ത മുദ്രകളും പിഴയ്ക്കാത്ത അനുഗ്രഹ വർഷം ചൊരിയുന്ന അനുഗ്രഹീത കലാകാരൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ. കേരളത്തിൽ നടന്ന ചെണ്ടമേളങ്ങൾ വടക്ക് തലപ്പാടി മുതൽ നെയ്യാറ്റിൻകര വരെ പാറശാല വരെയുള്ള കണക്കെടുത്താൽ 1000 കലാകാരന്മാർ പങ്കെടുത്തിട്ടുള്ള ഒരു ചെണ്ടമേളം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. മേളസാഗരം വരും കൊല്ലങ്ങളിലും ഇതേ ദിനത്തിൽ നടത്തണമെന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നിർദ്ദേശം പ്രാവർത്തികമാക്കുമെന്ന സംഘാടകരുടെ തീരുമാനത്തോടെയാണ് മേള സമർപ്പണം സമാപിച്ചത്. കാഴ്ചക്കാരെ കൊതിപ്പിച്ച് മാമ്പഴ തീറ്റ മത്സരത്തിൽ സ്ത്രീ മേൽക്കോയ്മ. കോഴിക്കോട് ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച മാമ്പഴ പ്രദർശനത്തോടനുബന്ധിച്ചാണ് മാമ്പഴ തീറ്റ മത്സരം സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ വിഭാഗത്തിൽ ആർ വിജയും പുരുഷ വിഭാഗത്തിൽ MT ഹബീബും 1ാം സ്ഥാനം കരസ്ഥമാക്കി. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി കോഴിക്കോട് ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ചു വരുന്ന 21ാമത് കാലിക്കറ്റ് മാംഗോ ഫെസ്റ്റിവലിന്റെ ഭാഗമായി മാമ്പഴ തീറ്റ മത്സരം സംഘടിപ്പിച്ചു. 2 മിനിറ്റിനകം 720 ഗ്രാം മാങ്ങ അകത്താക്കി വെസ്റ്റ് ഹിൽ RV നിവാസിൽ ആർ വിജയ വനിതാ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 285 ഗ്രാം കഴിച്ച ചെറുകുളത്തൂർ P സുമിന 2ാം സ്ഥാനവും 265 ഗ്രാം തിന്ന് നടുവട്ടം ജോയ്സി 3ാം സ്ഥാനവുമെത്തി. പുരുഷന്മാരുടെ വിഭാഗത്തിൽ 695 ഗ്രാം കഴിച്ച് പുന്നശ്ശേരി MT ഹബീബും 665 ഗ്രാം കഴിച്ച് കുന്നംകുളം ജോയ് ജേക്കബും 2ാം സ്ഥാനവും 535 ഗ്രാം മാമ്പഴം അകത്താക്കിയ കുരുവട്ടൂർ സ്വദേശി ഫൈസൽ റഹ്മാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പുരുഷന്മാരുടെ മത്സരത്തിൽ 13 പേരും വനിതാ വിഭാഗത്തിൽ 6 പേരുമാണ് പങ്കെടുത്തത്. കാണികൾക്കും മത്സരാർത്ഥികൾക്കും ആവേശമായ മത്സരം കാണാൻ ഏറെ പേരെത്തി. വിജയികൾക്കുള്ള സമ്മാനദാനം ജഡ്ജി കെ ബൈജുനാഥ് നിർവഹിച്ചു. PV ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ, സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് മാത്യു, അഡ്വക്കേറ്റ് VP മോഹൻദാസ്, PP അബ്ദുറഹ്മാൻ കോയ, ചാൾസ് G തോമസ്, പ്രണിത ദിവാകരൻ, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംബന്ധിച്ചു. ഗാന്ധി പാർക്കിൽ നടക്കുന്ന മാമ്പഴ പ്രദർശനം 14 വരെ തുടരും. മലാപ്പറമ്പ് UP സ്കൂൾ തകർത്ത കേസിൽ 2ാം പ്രതി നാദാപുരം അരൂർ പടിഞ്ഞാറക്കണ്ടി PK അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേവായൂർ SI BK സിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഫറോക്കിൽ നിന്നാണ് അജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. മലാപ്പറമ്പ് AUP സ്കൂൾ പൊളിച്ച കേസിൽ ഒരാളെ ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ മാനേജർ പത്മനാഭന്റെ സഹോദരൻ പടിഞ്ഞാറക്കണ്ടിയിൽ അജിത്താണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇരുവരെയും പിടികൂടാനായി നിയോഗിച്ച ചേവായൂർ CI പ്രകാശൻ പടന്നേലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് അജിത്തിനെ അറസ്റ്റ് ചെയ്തത്. അജിത് ചെന്നൈയിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയതിനെ തുടർന്ന് ഇയാൾ അവിടെ നിന്ന് മുങ്ങി. പിന്തുടർന്ന പോലീസ് സംഘം ഞായറാഴ്ച രാവിലെ ഫറോക്കിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സ്കൂൾ കെട്ടിടവും സ്ഥലവും പൊളിക്കാനെത്തിയവർക്ക് കാണിച്ചു കൊടുത്തത് അജിത് കുമാറാണെന്ന് പോലീസ് പറഞ്ഞു. ഏപ്രിൽ 10 അർദ്ധരാത്രിയിലാണ് മലാപ്പറമ്പ് AUP സ്കൂൾ JCB ഉപയോഗിച്ച് തകർത്തത്. കുട്ടികളുടെ ഭാവി പഠനകാര്യങ്ങളും സ്കൂളിന്റെ റെക്കോർഡുകൾ ഏറ്റെടുക്കൽ നടപടികളും ജീവനക്കാരുടെ പുനർവിന്യസിപ്പിക്കൽ നടപടികളും പൂർത്തിയാക്കാതെ രാത്രിയുടെ മറവിൽ മലാപ്പറമ്പ് UP സ്കൂൾ തകർത്തത് തീർത്തും നിയമവിരുദ്ധമായിട്ടാണെന്ന് KSTA സംസ്ഥാന ഭാരവാഹികൾ. സ്കൂൾ അനാദായകരമെന്ന് മുദ്ര ചാർത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഒത്താശയോടെയാണ് പൊളിച്ചതെന്നും KSTA സംസ്ഥാന കമ്മിറ്റി അംഗം MK സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
സ്കൂളുകൾ മുൻപും കേരളത്തിൽ ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ രാത്രിയിൽ JCB ഉപയോഗിച്ച് സ്കൂൾ തകർത്തത് കേരള ചരിത്രത്തിൽ ആദ്യമായാണെന്ന് KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK സതീശൻ പറഞ്ഞു. സ്കൂൾ അടച്ചുപൂട്ടുന്നതിന്റെ മുന്നോടിയായുള്ള യാതൊരു നടപടിക്രമങ്ങളും മലാപ്പറമ്പ് സ്കൂളിൽ പാലിക്കപ്പെട്ടിട്ടില്ല. നേർവഴിക്കല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് കെട്ടിടം പൊളിച്ചിടാൻ DPIയുടെ ഭാഗത്തുനിന്നും അനുമതിയും ഉണ്ടായിരുന്നില്ലെന്നും KSTA ഭാരവാഹികൾ പറഞ്ഞു. ഇതുപോലെ ഒട്ടനവധി വിദ്യാലയങ്ങളാണ് അനാദായകരമെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാൻ അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനും കൂട്ടായ്മകൾ വളർത്താനുമായി KSTA മലാപ്പറമ്പ് IUP സ്കൂളിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മെയ് 14 നടക്കുന്ന സാംസ്കാരിക സദസ്സ് MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. സ്കൂൾ പുനർനിർമ്മാണത്തിനായി KSTA സമാഹരിച്ച 2 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറും. അതിന്റെ ഒരു ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സംരംഭമാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് അൽ ഈസ് ഉദ്ഘാടനം ചെയ്തു. മുജാഹിദ് ദവ സമിതിക്ക് കീഴിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ ആയിരങ്ങളെ സാക്ഷിയാക്കി കോഴിക്കോട് ഉജ്ജ്വല തുടക്കം. സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ മുഹമ്മദ് ഇസാദ് ബിൻ സയ്യിദ് ബിൻ അബ്ദുൽ അസീസ് അൽ സയ്യിദ് പ്രഖ്യാപനം നിർവഹിച്ചു. ഇന്ത്യയുമായി സൗദിയുടെ സഹകരണവും സൌഹൃദവും ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചകന്റെ കാലത്തിനു മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ബന്ധങ്ങളുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലത്തും തുടർന്നും പരസ്പര ബഹുമാനത്തോടെയാണ് ഇരു രാജ്യങ്ങളും കഴിഞ്ഞത്. മലയാളികളോട് സൗദി സവിശേഷമായ താൽപര്യമാണ് പ്രകടിപ്പിക്കുന്നത്. സൗദിയുടെ അവിഭാജ്യ ഘടകമായ അവർ രാജ്യത്തിന്റെ പുരോഗതിക്ക് നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീലങ്കൻ ആരോഗ്യ കായിക മന്ത്രി MI മുഹമ്മദ് മൻസൂർ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, ടൂറിസം മന്ത്രി AP അനിൽകുമാർ, ഡോക്ടർ അലി അജ്മാൻ, കുഞ്ഞു മുഹമ്മദ് പർപ്പൂർ, മാലദ്വീപ് മുൻ മതകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുൽ മജീദ് അബ്ദുൽ ബാരി, കുവൈറ്റ് ഷെയ്ഖ് താരിഖ് സാമി സുൽത്താൻ അല്ലീസ, ഗബ്രിയേൽ അൽ റൊമാനി, ഷെയ്ഖ് അബ്ദുൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ, ഷെയ്ഖ് സലാഹി മക്ബൂൽ, ഷെയ്ഖ് അബ്ദുൽ സലാം സലഫി, MK രാഘവൻ MP, PM സാദിഖ് അലി, തലാഖ് സലാഹി, CP സലീം, മുഹമ്മദ് ബാലിശ്ശേരി, മുജാഹിദ് ബാലിശ്ശേരി, ഹാരിസ് ഇബ്നു സലീം, K സജ്ജാദ്, ഹുസൈൻ സലഫി എന്നിവർ സംസാരിച്ചു. PN അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ചു. TK അഷ്റഫ് സ്വാഗതവും ഉമർ അത്തുളി നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥി പ്രവേശനത്തിലെന്ന പോലെ അധ്യാപക നിയമനത്തിലും ന്യൂനപക്ഷ താൽപര്യം സംരക്ഷിക്കപ്പെടണമെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി. വിദ്യാഭ്യാസ നിയമത്തിലെ 25% സംവരണം ന്യൂനപക്ഷ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ വേണ്ട എന്നും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ വേണമെന്നുമുള്ള സുപ്രീം കോടതി വിധി മലാപ്പറമ്പ് IUP സ്കൂളിനെ പോലെ പൊതുവിദ്യാലയങ്ങളെ അനാദായകരമാക്കി മാറ്റുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ സംരക്ഷണത്തിനായി KER 11ാം ഷെഡ്യൂൾ പുനഃസ്ഥാപിക്കണം. ന്യൂനപക്ഷ സ്കൂൾ മാനേജ്മെന്റിന് PSC ലിസ്റ്റ് നൽകുമ്പോൾ അതാത് ന്യൂനപക്ഷങ്ങളുടെ ലിസ്റ്റ് മാത്രം നൽകിയാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടും. ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ നിയമനം ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുവരുത്താനും മറ്റ് എയ്ഡഡ് സ്കൂൾ നിയമനത്തിൽ സംവരണം ലഭിക്കാനും ഈ നടപടി സഹായിക്കും. വിദ്യാർത്ഥി പ്രവേശനത്തിൽ മാത്രം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാതെ നിയമനത്തിന്റെ കാര്യത്തിലും പരിഗണന ലഭിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ സംഘടനകൾക്ക് പങ്കാളിത്തമുള്ള UDF സർക്കാർ ഇതിന് മുൻകൈ എടുക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാലയങ്ങൾ നിലനിന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കാളിത്തമുള്ള മാനേജ്മെന്റ് സമ്പ്രദായം കൊണ്ടുവരാൻ തയ്യാറാകണം. ആധുനിക സൗകര്യങ്ങളുള്ള പൊതുവിദ്യാലയം രൂപപ്പെടാൻ ഈ സമ്പ്രദായം ഉപകാരപ്പെടുമെന്നും കൺവീനർ KG രാമനാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ മെയ് 28-ന് ശിക്ഷക് സദനിൽ വിദ്യാഭ്യാസ സംരക്ഷണ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യധാന്യം അതുപോലെ തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ സംവിധാനത്തിൽ ഒരാളെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ MV ബഷീർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഈ വർഷം തന്നെ പുതിയ റേഷൻ കാർഡ് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സ്ഥാപക നേതാവ് എം വി ബഷീർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഫലം കഴിയുന്നതോടെ റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിക്കും. കുടുംബനാഥയുടെ പേരിലാകും ഇനി മുതൽ റേഷൻ കാർഡുകൾ നൽകുക. റേഷൻ കടകൾ ഉപഭോക്തൃ സൗഹൃദമാക്കാനുള്ള നടപടികൾ തുടങ്ങി. ടൈലുകളും മറ്റും പതിപ്പിച്ച് റേഷൻ കടകളുടെ മുഖച്ഛായ തന്നെ മാറ്റാനുള്ള നടപടി പൂർണ്ണമായി സർക്കാർ ചെലവിലാണ്. റേഷൻ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കാനാണ് തീരുമാനം. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുമ്പോൾ നിലവിലുള്ള ഒരാൾ പോലും റേഷൻ വിതരണത്തിൽ നിന്ന് പുറത്തുപോകില്ല. റേഷൻ വിതരണക്കാരുടെ കമ്മീഷൻ 2ാം തവണയും കൂട്ടാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വിതരണക്കാർക്ക് വേതനമായി പണം നൽകണമെന്ന ആവശ്യം നടപ്പിലാക്കാനാവില്ല. റേഷൻ വിതരണക്കാർക്ക് മാന്യമായ പ്രതിഫലം ഉറപ്പാക്കും. റേഷൻ രംഗത്തുള്ള പരിശോധനയും മറ്റും പൊതുവിതരണ ശൃംഖലയെ സംരക്ഷിക്കാനുള്ള നടപടികളായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പ്രസിഡന്റ് P വിശ്വൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് R രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. C മോഹനൻ പിള്ള മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ KP അബ്ദുള്ള കോയ, ആന്റണി മാസ്റ്റർ, ഡോക്ടർ K മൊയ്തു, സംസ്ഥാന ജനറൽ സെക്രട്ടറി TV മുഹമ്മദ് അലി, സ്വാഗത സംഘം ചെയർമാൻ KP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. OB റോഡ് ചിലങ്ക റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ചിലങ്ക റെസിഡൻസ് ഏരിയയിൽ നടന്ന പരിപാടികൾ കോർപ്പറേഷൻ കൌൺസിലർ CP മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചിലങ്കം പ്രസിഡന്റ് മുഹമ്മദ് കോയ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ഇസ്മായിൽ, ഡോക്ടർ രാമപ്രസാദ്, TK അഷ്റഫ്, താഹ, കൃഷ്ണൻ, റസാഖ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ T ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. CDA ചെയർമാൻ NC അബൂബക്കർ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സമ്പോധ് ഫൗണ്ടേഷൻ കേരള ജൂൺ 8 മുതൽ ജൂലൈ 28 വരെ 51 ദിവസത്തെ ഭാരതീയ ദർശനം പഠനം എന്ന പഠന ക്യാമ്പ് തൃശൂർ ജില്ലയിലെ മൂഴിക്കുളം ശാലയിൽ വെച്ച് സംഘടിപ്പിക്കും. ആശ്രമശൈലി അനുസരിച്ചുകൊണ്ട് സനാതന ധർമ്മബോധം നേടാനും അതിന്റെ പ്രായോഗിക പഠനം ഗ്രഹിച്ച് പരിശീലിക്കാനും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പരിപാടി. പഠന ക്യാമ്പിൽ സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി മുഖ്യ ആചാര്യനായിരിക്കുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ വിനോദ് ഇടമന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 15 മുതൽ 20 വരെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ചുമർ ചന്തങ്ങൾ എന്ന ചുമർ ചിത്രകലാ പ്രദർശനം നടക്കും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് ഉദ്ഘാടനം ചെയ്യും. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ KR ബാബുവിന്റെ കീഴിൽ ചുമർ ചിത്രകല അഭ്യസിക്കുന്ന 28 കലാകാരന്മാരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. 75ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടാകും. ബേപ്പൂരിലെ കലാസാംസ്കാരിക പ്രവർത്തകൻ നടുവട്ടം പരച്ചനങ്ങാടി കരുമത്തിൽ പാരത്തി വീട്ടിൽ മാധവമേനോൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സുഭാഷ് കലവേദിയുടെയും നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെയും സ്ഥാപക അംഗമാണ്. ചേലനാട്ട് ലീലയാണ് ഭാര്യ. മിനി മകളാണ്. കോഴിക്കോട് AG's ഓഫീസിലെ ഗോപിനാഥൻ മരുമകനാണ്. മാധവമേനോന്റെ നിര്യാണത്തിൽ സുഭാഷ് കലവേദിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. നടുവട്ടം പരച്ചനങ്ങാടിയിൽ നടന്ന അനുശോചന യോഗത്തിൽ KP ശിവശങ്കരൻ നായർ അധ്യക്ഷനായിരുന്നു. PV ശിവദാസൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. P ശശിധരൻ, M പുരുഷോത്തമൻ, മുരളി ബേപ്പൂർ, PA രാധാകൃഷ്ണൻ, P മാധവദാസ്, PN ഉദയകുമാർ, ബാബു സർവോത്തമൻ, രാഘവൻ പുറക്കാട്, P മുരളീധരൻ, വാസു T N വേലായുധൻ, VK ജയദേവൻ, C വേണു, M മാധവൻ എന്നിവർ സംസാരിച്ചു. IT രംഗത്തെ പുതിയ തൊഴിൽ സാധ്യതകളെയും അവസരങ്ങളെയും കുറിച്ച് മലബാർ പ്രദേശത്തെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി കോഫി വിത്ത് HR പരിപാടി സംഘടിപ്പിക്കുന്നു. മെയ് 17 ശനിയാഴ്ച 2 മണി മുതൽ 5 മണി വരെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് നിപുണത തിരിച്ചറിയൽ പരിപാടി. തൊഴിലന്വേഷകരും വിവിധ സ്ഥാപനങ്ങളുടെ HR മാനേജർമാരും പ്ലേസ്മെന്റ് വിഭാഗം മേധാവികളും കോഫി വിത്ത് HRൽ പങ്കെടുക്കും. രജിസ്ട്രേഷൻ സൗജന്യമാണെന്നും മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യണമെന്നും babra.com CEO മുഹമ്മദ് ഫാരിസ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസി വോട്ടവകാശം വൈകുന്നതിന് പിന്നിൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രവാസി സംഘടനകൾ. അടച്ചിട്ട ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബാർ തൊഴിലാളികളും കുടുംബങ്ങളും ബീവറേജ് ഗോഡൌൺ ഉപരോധിച്ചു.
മലാപ്പറമ്പ് AUP സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരരംഗത്ത്. സ്കൂൾ തകർത്ത 2ാം പ്രതി പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.